examiner students, അപ്പോൾ വെക്കേഷൻ ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഡൗട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യനാണ്, ഞാൻ കുറേ പഠിച്ചു, ഈ ചാപ്റ്റർ പഠിച്ചു, ഈ ഫോർമുല പഠിച്ചു, പക്ഷേ ഞാൻ മറന്നുകൊണ്ടിരിക്കുക, അത് മറക്കും ഇത് മറക്കും, എൻ്റെ എക്സാമിന് എഴുതേണ്ട ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇത് 9th സ്റ്റാൻഡേർഡോ 8th സ്റ്റാൻഡേർഡോ 7th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് മാത്രമല്ല, 10th 11th +2 നിങ്ങളുടെ ജീവിതം മൊത്തം ഫേസ് ചെയ്യാവുന്ന പ്രശ്നം. നിങ്ങൾ എത്ര പഠിച്ചാൽ ആ സെയിം സാധനം മറക്കും. ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാനുള്ള കാര്യം? ഇത് നമ്മുടെ എക്സാം ഇനിയിപ്പോൾ ഒരു 40 days 50 days മാക്സിമം ഉള്ളൂ. മാർച്ചിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും, ഫെബ്രുവരി ആകുമ്പോൾ റിവിഷൻ ചെയ്യണം. അപ്പോൾ നമുക്കിനി കുറേ സമയമില്ല. ഇനി അതിനുള്ള ട്രിക്ക് ഞാൻ പറയാം. ഇത് ട്രിക്കൊന്നുമല്ല, വളരെ സിമ്പിൾ കാര്യം. ഫസ്റ്റ് കാര്യം, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ABCDE, അടുത്തെന്താണ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാലേ ABCDEF, ബാക്കി മൊത്തം നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ നിങ്ങൾക്കും ഈ സംഭവം അറിയില്ലായിരുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് അച്ഛൻ്റെ അമ്മയിൽ നിന്ന് അടി കിട്ടി പഠിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു. ഇതേ സംഭവം തന്നെ, ഈ സെയിം സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ, നിങ്ങളുടെ ഏത് ക്ലാസ് ആണോ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ അല്ലേ? കാരണം എന്താണ്? അത് നിങ്ങൾ സ്കൂളിൽ നിന്ന് കുറേ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്, ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, അത് വളരെ സിമ്പിളാണ്. ഈ പുതിയ പഠിക്കുന്ന ചാപ്റ്റർ നല്ല ടഫാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, റിപ്പീറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ ഇനി ചാടിക്കയറി ഫസ്റ്റ് ചാപ്റ്റർ വീണ്ടും പഠിച്ച് സമയം കളയരുത്. അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള നിങ്ങൾ മാക്സിമം അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് വരാൻ പോകുന്ന ചാപ്റ്റർ, ന്യൂ ചാപ്റ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുക, അവിടെ നിന്ന് കൂടി മാർക്ക് എടുക്കാൻ നോക്കുക. ഓക്കെ, ഇനി അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ? നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിന് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഫീച്ചർ ഉണ്ട്. പാറ്റേൺസും ക്വസ്റ്റ്യൻസും അതേപോലെ റിപ്പീറ്റ് ആവും. അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എക്സ്പെക്ട് ചെയ്താൽ, ആ ക്വസ്റ്റ്യൻസും ആ ആൻസേഴ്സ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ റിവിഷൻ ബാച്ച്. റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന താഴത്തെ നമ്പറിലേക്ക് ജോയിൻ ചെയ്യാം. ലേറ്റ് ആവരുത്. ഓക്കെ, അപ്പം 10th ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും January 2nd week ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. +1 +2 റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കഴിഞ്ഞ എല്ലാ വർഷത്തെ PYQs റിവിഷൻ ക്ലാസ്സും എല്ലാം കിട്ടും. ഇത് വീഡിയോ സൊല്യൂഷൻ ആയിട്ട് കിട്ടും, നോട്ട്സ് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ വരെ വന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും പഠിക്കാം. അടുത്ത വർഷം വരെ വന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റാക്കാം. അപ്പോൾ അതിനുവേണ്ടി റിപ്പീറ്റഡ് ലേണിംഗ് വേണം. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് കണ്ട് നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വാങ്ങിക്കാം, അല്ലെങ്കിൽ PYQ പേപ്പറൊക്കെ എടുത്ത് സ്വന്തം സോൾവ് ചെയ്ത് പഠിക്കാം. ഞാൻ ഗ്യാരണ്ടിയാണ് ഫുൾ A+ ഫുൾ മാർക്കും കിട്ടാൻ ഇതിനെക്കാളും ബെസ്റ്റ് വഴിയില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ താഴെ കാണുന്ന വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഈ വർഷം നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം.